ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. എന്ത് പറ്റിയ? റേഷൻ കാർഡ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചാ ഓക്കെ, ഇന്ത്യയിൽ എവിടെയും വാങ്ങാം. ഒരു വോട്ട് ചെയ്യാൻ മാത്രം 3 മണിക്കൂർ 4 മണിക്കൂർ യാത്ര ചെയ്യണം. എന്ത് സംവിധാനം ഇത്? റേഷൻ ഞാൻ 1 മണിക്കൂറായി വന്നിട്ട്. ഇതെന്ത് സംവിധാനം? ഇതിനെന്തെങ്കിലും ഒരു പോകാൻ വഴി സർക്കാർ കാണണ്ടേ? പാവപ്പെട്ടവരിങ്ങനെ വെറുതെ വയ്യാത്തവരുണ്ട്, കാല് വയ്യാത്തവരുണ്ട്, നോക്കി ഇരിക്കുന്നു. നോക്ക്, ഇതിനൊന്നും ഒരു സമാധാനമില്ല. കഴിഞ്ഞ പ്രാവശ്യം 6:30 മണി മറ്റേ അവസാന 15 മിനിറ്റ് ഗ്യാപ്പിൽ വന്നിട്ട് ഏകദേശം 1.25 മണിക്കൂർ 1 മണിക്കൂർ 50 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ബാക്കിയുള്ളവരെ ഇവിടെ നിന്ന് വിട്ടത്. ടോക്കൺ ഒക്കെ വോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വിരൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവരുടെയും ആര് അരി വാങ്ങിയെന്ന് അറിയാം. ഈ ഇലക്ഷൻ കമ്മീഷൻ മാത്രം എന്താ ഇതൊന്നും നിയമം അറിയില്ലയോ? അതൊക്കെ അവരോട് ചോദ്യം ചെയ്യണം. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് അതൊന്നും ചോദ്യം ചെയ്യാൻ അറിയില്ല. ചോദിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങളിപ്പോ അവര് നേരിട്ട് പറയണം. അതൊക്കെ ഒരു വിരൽ വെച്ചാല് റേഷൻ കിട്ടും ഇന്ത്യയിൽ എവിടെയും. ഒരു വോട്ട് ചെയ്യാൻ മാത്രം ഇങ്ങനെ 15 മണിക്കൂർ കാത്തു നിൽക്കണം. അത് ഇവിടുത്തെ നിയമമാണ്. ഇന്ത്യയിൽ എവിടെ ഇല്ല, ഇവിടെ കുറേയായി. ബീവറേജിലും ഇവിടെയും മാത്രമേ ഈ കുഴി നിൽക്കണ്ടുള്ളൂ. വേറെ എവിടെയും കിഴി നിൽക്കണ്ടോ? നേരെ പോയി സാധനം വാങ്ങിക്കില്ല. എല്ലാ ചാനലുകാരും ഈ റിപ്പോർട്ട് ചെയ്യണം. നമ്മളെ പാവപ്പെട്ടവർ ഇങ്ങനെ 6 മണിക്കൂർ 7 മണിക്കൂർ ആകെ 4000 വോട്ടുള്ളൂ ഇവിടെ. 8 മണിക്കൂറായി ഇവിടെ. ആകെ 2000-3000 വോട്ട് ചെയ്തിട്ടുള്ളൂ. എന്താ ഇത്? എന്ത് നിയമം? സ്ലോയാന്ന് തോന്നുന്നല്ലേ? മെഷീനല്ല, ആൾക്കാരെ സ്ലോയാ. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിവരമില്ല. ചെയ്യുന്നതൊക്കെ വെറും മണ്ടത്തരം. 2 എണ്ണം വെക്കണം, 2 മെഷീൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ വില്ലേജ് ഓഫീസർ അവസാന നിമിഷം വന്നിട്ട് ടോക്കൺ കൊടുക്കുന്ന സമയത്തും ഞങ്ങൾ ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ബീവറേജിലും ഇവിടെ മാത്രമേ ക്യൂ ഉള്ളൂ. ബീവറേജ് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആരുണ്ട്? നമ്മളൊക്കെ അവിടെ പോണ ആളാണേ. വേണമല്ലോ. നിങ്ങൾ ഈ 2 ചാനൽ അല്ല, ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഈ 2 സ്ഥലത്ത് മാത്രമല്ല ഇങ്ങനെ ക്യൂ കൊണ്ടിട്ടുള്ളൂ? വേറെ ഔട്ട്ലെറ്റ്, വേറെ ഏതാ ഔട്ട്ലെറ്റ്? ക്യൂ നിൽക്കാത്ത ഔട്ട്ലെറ്റുകളുണ്ടല്ലോ. ആടെ ചെട്ടിയാണെങ്കിൽ പണം വേണം, അതും കൂടി പറയണല്ലോ. അവിടെ പോണേ കാശ് വേണം. പ്രീമിയം ഔട്ട്ലെറ്റുകൾ, അവിടെയൊക്കെ കാശ് വേണം. നമ്മുടെ കാശ് കുറവാണ്. നമ്മൾ വേറെ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഇതൊക്കെ നിയമം ഈ വോട്ട് എന്താ ഇലക്ഷൻ കമ്മീഷണർക്ക് ഇതൊന്നും അറിയില്ലയോ? പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാൾ കോടീശ്വരനല്ല, അയാൾ പൈസ വാങ്ങുന്ന ആളാണ്. അയാൾക്ക് ഇതൊന്നും അറിയണ്ട. രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുക്കും, എഴുതി കൊടുക്കും. ഒന്ന് സ്പീഡാക്കാൻ പറയും. 2 മണിക്കൂറായി നിൽക്കാൻ തുടങ്ങി. ഊണ് കഴിച്ചിട്ടില്ല. ഊണ് കഴിക്കാൻ പറഞ്ഞാൽ ഒരുപാട് നേരം ആകണം.